ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ ഞാൻ തയ്ച്ച ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിലാണ് വെട്ടിപ്പടിച്ചത്. കാരണം ആദ്യമേ എടുത്ത് തുണിയിൽ വെട്ടിയിട്ട് പണി പാളിയാലോ എന്ന് വിചാരിച്ചിട്ട് ലൈനിങ്ങിലാണ് പഠിച്ചത് വെട്ടിയത്. അപ്പോൾ ലൈനിങ് ഇത് കാണിച്ചതുപോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം ഞാൻ കഴുത്തിൻ്റെ വിഡ്ത്ത് 4ഉം ലെങ്ത്ത് 4ഉം വെച്ച് ഞാൻ ഇച്ചിരി ബോട്ട് നെക്ക് ഇച്ചിരി കയറിയ കഴുത്തല്ല തയ്ച്ചത്. അപ്പോൾ ഇതേപോലെ ഒരു അടപ്പെടുത്ത് ഷേപ്പ് വരച്ചതിന് ശേഷം ബാക്ക് നെക്കും കൂടെ അടയാളപ്പെടുത്തി. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് 3ആയിട്ട് 4 3ആയിട്ട് കുറച്ച് വിഡ്ത്ത് 4ആയിട്ട് തന്നെ എടുത്ത് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആദ്യം തന്നെ ബാക്ക് നെക്ക് വെട്ടി മാറ്റുന്നുണ്ട്. അതായത് രണ്ടാമത് വരച്ച ഭാഗം വെട്ടി മാറ്റിയതിന് ശേഷം നമ്മൾ 4ആയിട്ട് മടക്കുമ്പോൾ ഉള്ള ജോയിൻറ്റില്ല, ആ ജോയിൻറ്റിനെയും കൂടെ ഒന്ന് 2ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിലത്തെ അതായത് ബാക്ക് നെക്കിൻ്റെ പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കുറച്ചുകൂടെ താഴ്ത്തിയുള്ള ആ വര കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സാധനത്തിന് വീണ്ടും ഷേപ്പായിട്ട് എടുത്തു വെച്ചതിന് ശേഷം നമ്മളുടെ അളവ് തുണി മറിച്ചിട്ട് ഇതേപോലെ നടുക്കൂടെ മടക്കിയതിന് ശേഷം നമ്മളുടെ ഈ തുണിയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വെച്ച് നോക്കണം. വെച്ചതിന് ശേഷം അതിൻ്റെ ഷേപ്പ് നമ്മൾ ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ അധികം വിട്ട് നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്കിലൂടെ നമ്മളിതാ ഇതേപോലെ വെട്ടി മാറ്റിയതിന് ശേഷം നല്ല തുണിയിലുള്ള കട്ടിങ് അതിന് ശേഷമാണ്. അപ്പം നല്ല തുണി എടുത്തിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് വേണമെങ്കിൽ അതിനെ 2ആക്കി കൊടുക്കാം. വെട്ടിയതിന് ശേഷം വേണമെങ്കിൽ 2ആക്കാം, അല്ലെങ്കിൽ ആക്കാം. അങ്ങനെ ഞാൻ 2ആക്കിയതിന് ശേഷം അതിനെ മടക്കി വെച്ച് ഈ തുണിയിട്ട് സൈഡിൽ നമ്മുടെ കൈക്കുഴി ഉൾപ്പെടെ താഴെ വരെയുള്ള ഷേപ്പ് ഞാൻ വെട്ടി അതിലുള്ള അതേ അളവിന് വേണം വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട്. വെട്ടി മാറ്റിയതിന് ശേഷം ഇതേപോലെ നൂത്തിട്ട് കഴുത്തിൽ പിന്ന് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ പിന്ന് വെച്ച് ഞാൻ ഒരു മുട്ട് പിന്നാണ് യൂസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലൂടെയാണ് തയ്ക്കാനുള്ളത്. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കൈയുടെ പരിപാടിക്ക് തുടങ്ങാം. കൈക്കുള്ള കട്ടിങ് കൈക്ക് മൊത്തം 12ആണ് ലെങ്ത്ത്. അത്രയുള്ള തുണി ആയതുകൊണ്ട് അത്ര എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് പഫ് വയ്ക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ 10 ലെങ്ത്തിലാണ് ആദ്യം ചെയ്തത്. ബാക്കി പോർഷൻ പഫ് വയ്ക്കാനും വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെ കൈക്കുഴി 9 ആണ് എടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ വണ്ണവും അടയാളപ്പെടുത്തി താഴെ ഭാഗത്തുള്ള ലെങ്ത്തും അടയാളപ്പെടുത്തി ഒരു ഷേപ്പ് വരച്ച് അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അത് ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷമാണ് നമ്മുടെ പഫിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്. ബാക്കിയുള്ള പോർഷന് ഞാൻ പഫിന് വേണ്ടിയിട്ടും കൂടെ വരച്ചതിന് ശേഷം ആ പഫിന് വരച്ചത് വഴിയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. പിന്നെ നമ്മൾ പഫിന് വേണ്ടി വരച്ച വരയും അല്ലാതെ നമ്മൾ 10 അളവെടുത്ത് വരച്ച വരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോർഷനുണ്ട്. ആ പോർഷനിൽ നമ്മൾ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം. കാരണം ആ കട്ടിൻ്റെ അതുവരെയാണ് നമ്മൾ പഫ് വയ്ക്കാനുള്ളത്. എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ ഗായ്സ്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.